കരിനീല ബ്ലൗസും പാവാടയും പട്ടുപാവാടയുമാണ് അവളുടെ വേഷം. അവൾ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവളുടെ മുഖം കാണാൻ ഋത്വിക്കിന് സാധിക്കുന്നില്ല. ആൽത്തറയിലിരിക്കുന്ന പയ്യന്മാരുടെ ചിരി കണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി അവൻ നേരെ ആൽമര ചുവട്ടിലേക്ക് പോയി. തൊട്ടടുത്തായി ഒരു പെൺകുട്ടി തിരിഞ്ഞു നിൽക്കുകയാണ്. അവളുടെ ബ്ലൗസ് പുറകിലാണ് അവളുടെ ഹുക്ക് വന്നിരിക്കുന്നത്. അതിലെ ഏറ്റവും മുകളിലത്തെ ഒരു ഹുക്ക് അഴിഞ്ഞു കിടക്കുകയാണ്. അതിലൂടെ അവളുടെ വെളുത്ത ശരീരം കാണാം. അത് കണ്ടുകൊണ്ടാണ് ആ പയ്യന്മാർ അവിടെ നിന്നും ഉറക്കെ ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അറിയാതെ ആ കടയിൽ നിന്നും തുളസിഹാരം വാങ്ങുകയാണ് തുമ്പി. ഇത് കണ്ടപ്പോൾ കിച്ചുവിന് തോന്നിയത് അവൾ അറിഞ്ഞുകൊണ്ട് എക്സ്പോസ് ചെയ്യുകയാണെന്നാണ്. എല്ലാവരെയും തൻ്റെ ശരീരം പ്രദർശിപ്പിക്കുന്ന ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണ് കിച്ചുവിന് തോന്നിയത്. ഇത് കണ്ട കിച്ചുവിന് ദേഷ്യം വന്നു. നേരെ അവൻ അവളുടെ പിറകിലായിട്ട് പോയി നിന്നു. അവരെ കാണാതെ മറഞ്ഞു നിന്നുകൊണ്ടാണ് അവൻ നിന്നത്. അതിനുശേഷം അവൻ ആൽമര ചുവട്ടിലുള്ള ആ പയ്യന്മാർക്ക് നേരെ ഒന്ന് നോക്കി. ദേഷ്യത്തിൽ അത്ര പന്തിയല്ലെന്നോർത്ത് ആൽമര ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയി. പൂക്കടയിലെ തുളസിഹാരമെല്ലാം തീർന്നതുകൊണ്ട് പൂ കെട്ടിയതിന് ശേഷമേ കിട്ടുകയുള്ളൂ എന്ന് ആ കടക്കാരൻ പറഞ്ഞതുകൊണ്ടാണ് തുമ്പി അവിടെ മാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നത്. വലതുവശത്തേക്ക് കോതിയൊതുക്കി വെച്ച മുടി അവൾ കൈകൊണ്ട് തട്ടി പുറത്തേക്കിട്ടു. ആ നിമിഷം പുറകിൽ നിന്ന കിച്ചുവിൻ്റെ മുഖത്തേക്കായിരുന്നു ആ മുടി ചെന്ന് പതിച്ചത്. അവന് വല്ലാതെ ദേഷ്യം തോന്നി. അമ്പലത്തിലേക്ക് പോകാനുള്ള ധൃതിയിൽ അവൾ തിരിഞ്ഞതും കയ്യിലിരുന്ന മാല കിച്ചുവിൻ്റെ കഴുത്തിലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. പെട്ടെന്ന് അവൾ അവനെ കെട്ടിപ്പിടിച്ച് താഴേക്ക് വീണു. അവളുടെ മാറുകൾ അവൻ്റെ നെഞ്ചത്തമർന്നു. കണ്ണുകൾ തമ്മിലുടക്കി. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നു, അവൻ്റെ മുഖത്ത് ദേഷ്യവും. അവൻ്റെ ശരീരത്തിൽ നിന്നും അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും എഴുന്നേൽക്കാൻ പറ്റാതെ അവൾ മണ്ണിൽ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് അവൾ വീണു. വീണ്ടും അവളെ തട്ടി അവൻ അവളുടെ മുകളിലൂടെ എഴുന്നേറ്റു.